മാസപ്പടിയിൽ നമ്മൾ അറിഞ്ഞതിനും അപ്പുറം എന്തെങ്കിലുമുണ്ടോ? 200 കോടി രൂപ കൈക്കൂലി കൊടുക്കണമെങ്കിൽ എത്രയോ ആയിരം കോടി രൂപയുടെ ബിസിനസ് അവിടെ നടന്നിട്ടുണ്ടാകണം. വിവരങ്ങളുടെ 10% മാത്രമാണ് ഇതുവരെ പൊതുസമൂഹം അറിഞ്ഞിട്ടുള്ളത്. SFIO ശേഖരിച്ചിട്ടുള്ള കുറേ വിവരങ്ങളുണ്ട്. അത് ഇഡിക്ക് ഇതുവരെ കൈമാറിയിട്ടില്ല എന്ന് കേൾക്കുന്നു. ലാവ്ലിൻ കമ്പനി ഉൾപ്പെടെയുള്ള കമ്പനികളിൽ നിന്നും പിണറായി വിജയൻ്റെ മകൾ വീണയുടെയും ഈ അക്കൗണ്ടിലേക്ക് 2019 മുമ്പിൽ കോടിക്കണക്കിന് രൂപ എത്തിയിട്ടുണ്ടെന്ന കാര്യം എനിക്ക് വ്യക്തിപരമായ ബോധ്യമുള്ളതാണ്. പ്രളയം പോലും പിണറായി വിട്ട് കാശാക്കി. നമസ്കാരം. രാഷ്ട്രീയ കേരളത്തെ ചൂടുപിടിപ്പിച്ച മാസപ്പടി വിവാദത്തിൽ അന്വേഷണം പുരോഗമിക്കുമ്പോൾ പൊതുജനം ആകാംക്ഷയിലാണ്. പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ചില്ലറക്കാരല്ലാത്തതും അതിനൊരു കാരണമാണ്. മാസപ്പടിയിൽ നമ്മൾ അറിഞ്ഞതിനും അപ്പുറം എന്തെങ്കിലുമുണ്ടോ? CMRലും എക്സാലോജിക്കും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾക്ക് അപ്പുറത്തേക്ക് എന്തൊക്കെയാണ് ഈ കേസിൽ ഒളിഞ്ഞിരിക്കുന്നത്? സാധാരണക്കാരന് അങ്ങനെ സംശയങ്ങൾ തോന്നാൻ തുടങ്ങിയിരിക്കുന്നു. ഏതായാലും ഈ വിഷയത്തിൽ സംസാരിക്കാൻ ഞങ്ങൾക്കൊപ്പം ഇപ്പോൾ മാസപ്പടി കേസിലെ പരാതിക്കാരനായ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ചേരുകയാണ്. ഷോൺ, നമസ്കാരം. ഷോൺ, ഈ മാസപ്പടി വിവാദത്തിൽ ആദ്യമായി ശക്തമായ നിയമ പോരാട്ടവുമായി രംഗത്തിറങ്ങിയ ആളാണ് താങ്കൾ. അതുകൊണ്ട് ചില സംശയങ്ങൾ ഞാൻ ചോദിക്കുകയാണ് ഷോണിനോട്. ഈ മാസപ്പടിക്ക് അപ്പുറത്തേക്കൊരു തലമില്ല ഈ കേസിന്? അങ്ങനെ ചോദിക്കാനുള്ളൊരു ഘടകം, ഈ CMR എന്ന് പറയുന്നതിന് ആലപ്പുഴയിലെ തൃക്കുന്നപ്പുഴയിലും അതുപോലെ തന്നെ ആറാട്ടുപുഴയിലും ഖനനാനുമതി ലഭിക്കാൻ തടസ്സങ്ങളുണ്ടായിരുന്നു. തീരദേശ സംരക്ഷണ നിയമങ്ങളുണ്ട്, അതുപോലെ തന്നെ പ്രാദേശിക എതിർപ്പുകളുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ഖനനാനുമതി കിട്ടിയിരുന്നതേയില്ല. ഈ ഘട്ടത്തിൽ പിണറായി വിജയൻ നേരിട്ട് ഇടപെടുന്നു. റവന്യൂ വകുപ്പിനോട് കർത്തയുടെ അപേക്ഷ പുനഃപരിശോധിക്കാൻ പറയുന്നു. ഈ ഇടപെടലിനുള്ള ഉപകാരസ്മരണയായി കണ്ടാൽ പോരെ മാസപ്പടി? അല്ല, ഇടപെടൽ ഇത് മാത്രമല്ല, വലിയ ഇടപെടലുണ്ടായിട്ടുണ്ട്. അതായത് KMRL എന്ന് പറഞ്ഞ ഒരു കമ്പനി ഫോം ചെയ്യും. അതിൽ KSIDC പങ്കാളിയാണ്, CMRL പങ്കാളിയാണ്. ഏറെക്കുറെ 30 ഏക്കർ സ്ഥലത്ത് ഒരു ഖനനാനുമതി ലഭിക്കുകയും 2019 കേന്ദ്ര സർക്കാർ നിരോധിക്കുകയും ആ ലൈസൻസ് ക്യാൻസൽ ചെയ്യാൻ പിണറായി വിജയൻ തയ്യാറായില്ല. 2023 ഡിസംബർ മാസം 13-ാം തീയതി എൻ്റെ ഹർജി ഹൈക്കോടതിയിൽ വന്ന് 5 ദിവസത്തിനകം ആ ലൈസൻസ് ക്യാൻസൽ ചെയ്തു. 2019 പൊതുമേഖലാ സ്ഥാപനങ്ങൾ മാത്രമേ ഖനനം നടത്താൻ പാടുള്ളൂ എന്നുള്ളൊരു ഉത്തരവ് കേന്ദ്ര സർക്കാരിൽ നിന്ന് ഉണ്ടായില്ലായിരുന്നെങ്കിൽ കേരളത്തിൻ്റെ തീരദേശ ചിലപ്പോൾ ഒരു ആലപ്പുഴ ജില്ല കാണില്ലായിരുന്നു. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട പിണറായി വിജയനെ 2018 നമ്മൾ ഒരുമിച്ചങ്ങ് ഇറങ്ങില്ല എന്ന് ചോദിച്ചപ്പോൾ രാഷ്ട്രീയം മറന്ന മുഖ്യമന്ത്രിയുടെ കൂടെ ഇറങ്ങിയ കേരള ജനതയിൽ ഒരു സാധാരണക്കാരനാണ് ഞാനും ആ പ്രളയകാലത്ത്. പക്ഷേ ആ പ്രളയം പോലും പിണറായി വിറ്റ് കാശാക്കി. 2018 പ്രളയത്തിന് ശേഷം ദുരന്ത നിവാരണ അതോറിറ്റി ഇറക്കിയ ഉത്തരവ്, തോട്ടപ്പള്ളി സ്പിൽവേക്ക് മുമ്പിലെ മണലടിയാൻ പാടില്ല, അത് തുറന്നു കിടക്കണമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഒരു വർഷക്കാലം അവിടെ നിന്ന് മണൽ വാരി. അതിന് കണക്കില്ല, എത്ര എങ്ങോട്ട് കൊണ്ടുപോയെന്ന് അറിയത്തില്ല. അത് മുഴുവൻ പക്ക കരിമണലായിരുന്നു. കരിമണൽ എന്ന് പറയുന്നത് അതിൻ്റെ അറിയാമല്ലോ, അതിൻ്റെ 70%-ലധികം സിന്തറ്റിക് ഇതുണ്ട്, റുട്ടൈലുണ്ട്. അപ്പോൾ അത് എങ്ങോട്ട് കൊണ്ട്, അതിന് ഇറിഗേഷൻ വകുപ്പിന് 364 രൂപയ്ക്കാണ് അതിന് ടെൻഡർ എടുത്തത്. അന്താരാഷ്ട്ര മാർക്കറ്റിൽ 15,000 രൂപ അന്ന് വിലയുള്ള ഒരു M3 15,000 രൂപ വിലയുള്ള സാധനമാണ് അന്ന് മാറ്റിയിട്ടുള്ളത്. ഇതിൻ്റെ പുറകിൽ പിണറായി വിജയനോടൊപ്പം ഇതിൻ്റെ പുറകിൽ കാശ് വാങ്ങിക്കാത്ത രാഷ്ട്രീയ നേതാക്കളില്ല എന്ന് തന്നെ പറയാം. അവിടെ ഒരു ചെറുപ്പക്കാരൻ ഇതുമായി ബന്ധപ്പെട്ട് മുമ്പ് പറഞ്ഞില്ലേ, നാട്ടുകാരുടെ പ്രാദേശികമായ എതിർപ്പ്, അവിടെ ഒരാൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ആ കൊല്ലപ്പെട്ട വ്യക്തിയെക്കുറിച്ച്, കൊല്ലപ്പെട്ടെന്നല്ല, കാണാതായിട്ടുണ്ട്. അയാൾ എവിടെ പോയിട്ടുണ്ട്, അയാൾ കൊല്ലപ്പെട്ടിട്ടുണ്ടോ, അയാൾക്ക് എന്ത് സംഭവിച്ചെന്ന് പോലും എനിക്ക് ആ നാട്ടുകാർക്ക് ഇപ്പോഴും അറിയില്ല. അതിൻ്റെ അന്വേഷണമൊക്കെ ആ വഴി പോയി. പക്ഷേ ആ ചെറുപ്പക്കാരൻ ഈ കരിമണൽ ഖനനത്തെ എതിർത്ത ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ അതുപോലെ കഴിഞ്ഞ ഒരു 10-20 വർഷക്കാലമായി കേരളത്തിൻ്റെ തീരദേശത്തു നിന്നും കടത്തപ്പെട്ടിട്ടുള്ള ഈ കരിമണൽ, അതിനുള്ളിലുള്ള തോറിയം കണ്ടൻറ്റ്, അതാണ് നമ്മൾ ഏറ്റവും അധികം ഭയപ്പെടേണ്ടത്. ഒരു പക്ഷേ ഇന്ത്യ മഹാരാജ്യത്തെ തകർക്കാൻ പോകുന്ന ആയുധങ്ങൾ നമ്മുടെ തീരദേശത്ത് തന്നെയാണോ കടത്തപ്പെട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ ശത്രുവിൻ്റെ കയ്യിൽ ആയുധം കൊണ്ട് നമ്മൾ തന്നെ കൊടുത്തിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒരു കാരണവശാലും കേന്ദ്ര സർക്കാരിൻ്റെയോ സംസ്ഥാന സർക്കാരിൻ്റെയോ അറിവോടുകൂടി തോറിയം ഇവിടുന്ന് എങ്ങോട്ടും എക്സ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. പക്ഷേ ഈ മണലിൻ്റെ കണ്ടൻറ്റിനകത്ത് തോറിയം കണ്ടൻറ്റ് ഉണ്ട് എന്നുള്ളത് പ്രൂവ്ഡാണ്. കാരണം എനിക്ക് ഈ വിവരം ലഭിക്കുന്നത് അമേരിക്കയിൽ ശാസ്ത്രജ്ഞനായിരുന്ന, ഇപ്പോൾ സയൻറ്റിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നൊരു വ്യക്തിയിൽ നിന്നാണ് എനിക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടുന്നതും. അതനുസരിച്ച് ഇവിടുന്ന് മണൽ കളക്ട് ചെയ്ത് ഞാൻ
ബോംബെയിൽ ഞാൻ ലാബിൽ അയച്ചു കൊടുത്താണ് ഇതിൻ്റെ തോറിയം കണ്ടൻറ്റ് ഇതിനകത്തുണ്ട് എന്നുള്ള റിപ്പോർട്ട് എനിക്ക് കിട്ടിയത്. അപ്പോൾ അത് എനിക്കൊരു സംശയം മാത്രമായിരുന്നു. പക്ഷേ അവിടെ നിന്നും ഇപ്പോൾ കാണുന്ന ഈ തുകയിലേക്കൊക്കെ എന്താണെങ്കിലും റൂട്ടയിൽ മാത്രം ഖനനം ചെയ്യാൻ വേണ്ടി ഇത്ര വലിയൊരു തുക ഇപ്പോൾ കണ്ടെത്തിയതനുസരിച്ച് SFIയുടെ അന്വേഷണ റിപ്പോർട്ട് അനുസരിച്ച് 200 കോടി രൂപയ്ക്കടുത്ത് അവിടെ തിരിമറി നടന്നിട്ടുണ്ട്. കൈക്കൂലിയായി കൊടുത്തിട്ടുണ്ട്. 200 കോടി രൂപ കൈക്കൂലി കൊടുക്കണമെങ്കിൽ എത്രയോ ആയിരം കോടി രൂപയുടെ ബിസിനസ് അവിടെ നടന്നിട്ടുണ്ടാകണം. അല്ലെങ്കിൽ എത്രയോ ആയിരം കോടി രൂപയുടെ തിരിമറിക്ക് ഒത്താശ ചെയ്ത് കൊടുത്തതിനാണ് കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വത്തിന് ഇതിനകത്ത് നിന്ന് ഇത്രമാത്രം പണം കൈപ്പറ്റിയെന്നുള്ളത് വലിയ ചോദ്യമാണ്. ഞാനിപ്പോഴും പറയുന്നു, ഈ കേസിൻ്റെ 10% മാത്രമേ ഇതുവരെ എത്തിയിട്ടുള്ളൂ. ഇതുവരെ കേരള ജനത അറിഞ്ഞിട്ടുള്ള വിവരങ്ങളുടെ 10% മാത്രമാണ് ഇതുവരെ പൊതുസമൂഹം അറിഞ്ഞിട്ടുള്ളത്. ഇനി ഇതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കണം. ശരി, ഈ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുക എന്ന് പറയുമ്പോൾ ഷോൺ എപ്പോഴും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട വിധികൾ വരുമ്പോൾ, ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ കേട്ടിട്ടുണ്ട്, ഈ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വിദേശ ബന്ധങ്ങൾ, അതുപോലെ എക്സാലോജിക് MD പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ്റെ പുറത്തെ ബന്ധങ്ങൾ, വിദേശ ബന്ധങ്ങൾ, അവരുടെ അക്കൗണ്ടുകൾ, ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതും ഇതുമായി എന്തൊക്കെയോ ബന്ധങ്ങളുള്ളതുപോലെ തോന്നുന്നു. അത് 1996 പൊതുസമൂഹം, പ്രത്യേകിച്ച് കേരള സമൂഹത്തിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരാളെ, ഇപ്പോൾ കണ്ണൂർ രാഷ്ട്രീയത്തിൽ അതിശക്തനായ ഒരു നേതാവായിരുന്നെങ്കിലും അദ്ദേഹം കേരളത്തിൻ്റെ വൈദ്യുതി മന്ത്രിയായി എത്തുന്ന 1996 കൃത്യം പറഞ്ഞാൽ 30 വർഷം. ഈ 30 വർഷം പിണറായി വിജയൻ കേരളത്തിലെ മുടിചൂടാമന്നനായ രാഷ്ട്രീയ നേതാവായിരുന്നു തന്നെ പറയാം. 2006 VS ഭരിക്കുന്ന സമയത്തും പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ, ഇപ്പോഴത്തെ പാർട്ടി സെക്രട്ടറിയെ പോലെയല്ല, അന്ന് പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ തന്നെ ഭരണത്തെ പൂർണ്ണമായും വലിച്ചു മുറുക്കി നിയന്ത്രിച്ചിരുന്ന പിണറായി വിജയനെ നമ്മൾ കണ്ടിട്ടുണ്ട്. 96 മുതൽ അദ്ദേഹം കേരളത്തിൽ ഈ 2026 വരെ ഇന്നും അദ്ദേഹം പാർട്ടിക്കുള്ളിലും അല്ലാതെയും ശക്തനായി തുടരുന്നു. ഈ കാലഘട്ടത്തിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള വിദേശയാത്രകൾ, അദ്ദേഹം നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ, അദ്ദേഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും അക്കൗണ്ടുകൾ, വിദേശ ബാങ്ക് ഇടപാടുകൾ, ഇതൊക്കെ സമഗ്രമായി അന്വേഷിക്കേണ്ടത് തന്നെയുണ്ട്. അതിലെടുത്തു പറയേണ്ടത്, ഞാൻ ആരോപണമായി തന്നെ ഉന്നയിച്ചിട്ടൊരു വിഷയമാണ് അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണ ടിയുടെയും വീണയുടെ മുൻ ബന്ധുവായ സുനീഷ് എമ്മിൻ്റെയും പേരിലുള്ള ജോയിൻറ്റ് അക്കൗണ്ട്. ആ അക്കൗണ്ടിൽ 2016 മുതൽ 2019 വരെയുള്ള വിശദമായ ഇടപാടുകളെ സംബന്ധിച്ച് വിശദമായ അന്വേഷണം വരണം. കാരണം എനിക്ക് ബോധ്യമുള്ളൊരു കാര്യം, ഞാൻ നേരിട്ട് കോൾ വഴിയും എനിക്ക് നേരിട്ട് ബോധ്യമുള്ളൊരു വിഷയമാണത്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ രേഖകളെടുത്ത് അന്വേഷണ ഏജൻസികളുടെ മുമ്പിൽ എനിക്ക് സബ്മിറ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം അത് ഒരു ബാങ്കിൻ്റെ രഹസ്യരേഖയാണ്, മറ്റൊരാളുടെ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടില്ല. പക്ഷേ എനിക്ക് ബോധ്യമുള്ള കാര്യം ഞാൻ പറയാം, അതിലേക്ക് പ്രൈസ് വാട്ടർ കൂപ്പേഴ്സിൻ്റെയും വിവാദ കമ്പനി പിണറായി വിജയനെ 96 മുതൽ വിവാദത്തിൽ നിർത്തിയിട്ടുള്ള ലാവ്ലിൻ കമ്പനി ഉൾപ്പെടെയുള്ള കമ്പനികളിൽ നിന്നും പിണറായി വിജയൻ്റെ മകൾ വീണയുടെയും ഈ അക്കൗണ്ടിലേക്ക് 2019 മുമ്പിൽ കോടിക്കണക്കിന് രൂപ എത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്ക് വ്യക്തിപരമായ ബോധ്യമുള്ളതാണ്. മാത്രമല്ല, ഇപ്പോൾ 2018 ശേഷം ഞാൻ പറയാമല്ലോ, ഈ ദിവസങ്ങൾ എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് ആളുകളിൽ നിന്ന് കിട്ടിയൊരു വിവരമാണ്. പിണറായി വിജയൻ 2019 പ്രളയത്തിന് ശേഷം പ്രളയത്തിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി അദ്ദേഹം നടത്തിയ വിദേശയാത്ര നെതർലൻഡിൽ. അത് ആ വിദേശയാത്രയിൽ അവിടെ അദ്ദേഹം മീറ്റ് ചെയ്ത ബോസ്കാരിസ് എന്ന് പറയുന്നൊരു കമ്പനി. ആ കമ്പനിയെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ലോകത്തെ ഏറ്റവും വലിയ മിനറൽസ്, അതായത് ഓഫ് ഷോർ മൈനിങ്ങിലെ ഭീമനാണ്. പ്രളയത്തെക്കുറിച്ച് പഠിക്കാൻ എന്തിനാണ് ഓഫ് ഷോർ മൈനിങ്ങിലെ ഭീമനെ സന്ദർശിക്കുന്നത്? അപ്പോൾ ഇതൊക്കെ കൂട്ടി വായിക്കുന്നുണ്ട്, ഇതൊക്കെ അന്വേഷണത്തിന് വിധേയമാക്കേണ്ടതുണ്ട്. പിണറായി വിജയൻ നടത്തിയിട്ടുള്ള യാത്രകൾ 2022 നെതർലൻഡിൽ അദ്ദേഹം പോയിരുന്നു. അപ്പോൾ ഇത്തരം യാത്രകളും പിണറായി വിജയൻ്റെ വിദേശ യാത്രകളെ സംബന്ധിച്ചും പിണറായി വിജയൻ്റെ സ്വത്തിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് ദുബായ് വഴി റൂട്ട് ചെയ്ത പണം എങ്ങനെ എത്തി, എത്രമാത്രം പോയിട്ടുണ്ട്, മാത്രമല്ല മുൻ മുഖ്യമന്ത്രിയും നമ്മളെല്ലാം ബഹുമാനിക്കുന്ന സഖാവ് VS വെറുക്കപ്പെട്ടവൻ എന്ന് പറയുന്ന വ്യക്തി പിണറായിയുടെ ഏറ്റവും വലിയ സന്തത സഹചാരിയാണ്, പാർട്ട്ണറാണ്. അപ്പോൾ ആ വെറുക്കപ്പെട്ടവൻ ഇന്ന് ഉള്ളത് എവിടെയാണ്? അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക നിലയിലേക്ക് പിണറായി വിജയനിലൂടെ ഒഴുകിയെത്തിയ കോടികൾ എന്താണ്? ഇതൊക്കെ സമഗ്രമായ അന്വേഷണം നടന്നതാണ്. അപ്പോൾ അമേരിക്ക വരെ ഈ അന്വേഷണം ചെന്നെത്തിയാൽ മാത്രമേ
കഴിഞ്ഞ 30 വർഷക്കാലം കൊണ്ട് പിണറായി വിജയൻ ഉണ്ടാക്കിയ സ്വത്ത് എത്രയെന്ന് മനസ്സിലാക്കാൻ കഴിയും. എനിക്ക് നല്ല ബോധ്യമുണ്ട്. കേരളത്തിലെ ഇന്ന് ഏറ്റവും സമ്പന്നനായ, നമ്മൾ അഭിമാനത്തോടു കൂടി തന്നെ പറയുമായിരുന്നല്ലോ, പിണറായിയിലെ കോരൻ്റെ മകൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി. ശരിയാണ്, അഭിമാനമാണ്. ആ തരത്തിൽ വളർന്നു വരാൻ പിണറായി വിജയന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാമ്പത്തിക കാര്യത്തിലും അതുപോലെ തന്നെയാണ്. കേരളത്തിലെ ഏറ്റവും സമ്പന്നനായ രാഷ്ട്രീയക്കാരൻ ആരെന്ന് ചോദിച്ചാൽ അത് പിണറായി വിജയനാണ്, ഒരു സംശയമില്ല. ശരി, ഈ മെയ് 26 കേരള ഹൈക്കോടതി വിധിയുണ്ടല്ലോ, അത് ചരിത്രപരമായൊരു വിധിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ വിധി വന്നതോടെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട നിയമപരമായ തടസ്സങ്ങളൊക്കെ നീങ്ങിയത്. ഇ ഡി റെയ്ഡ് അടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് കടക്കുകയുമൊക്കെ ചെയ്തത് അതിനുശേഷമാണ്. ചോദ്യം ചെയ്യലുകളൊക്കെ നടക്കുന്നു ഇ ഡി ഓഫീസിൽ. ഒപ്പം മറ്റൊരു കാര്യമുള്ളത്, ഈ എസ് എഫ് ഐ ഒ ശേഖരിച്ചിട്ടുള്ള കുറേ വിവരങ്ങളുണ്ട്. അത് ഇ ഡിക്ക് ഇതുവരെ കൈമാറിയിട്ടില്ല എന്ന് കേൾക്കുന്നു. അതെന്തുകൊണ്ടാണത്? ഇ ഡി ആവശ്യപ്പെട്ടിട്ടില്ലേ? അത് ഞാൻ പഠിച്ചിരുന്നു. അതൊരു ടെക്നിക്കൽ റീസൺ മാത്രമാണ്. ഇ ഡി ആവശ്യപ്പെട്ടത് കോടതിയാണ് അനുവദിച്ചത്. അതായത് ഇ ഡിയും എസ് എഫ് ഐയും തമ്മിലുള്ള ഡിപ്പാർട്ട്മെൻറ്റ് വൈസുള്ള ഒരു കൊടുക്കൽ വാങ്ങലല്ല. അത് എസ് എഫ് ഐ ഒ കോടതിയിൽ ഇ ഡി ആവശ്യപ്പെട്ട് കോടതിയാണ് അനുവദിച്ചത്. അതിനുള്ള പ്രശ്നം വെച്ചാൽ 22,000-ലധികം പേജുകളുണ്ടത്. ആ ഡോക്യുമെൻ്റ് ഫിസിക്കലി കൊടുക്കാൻ പറഞ്ഞു, പിന്നെ അത് സോഫ്റ്റ് കോപ്പി ആയിട്ട് കൊടുക്കാൻ പറഞ്ഞു. അതിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഇതെല്ലാം ഡോക്യുമെൻറ്റ്സാണ്, തെളിവുകളാണ്. അതുകൊണ്ട് തന്നെ ഇത് കൈമാറുമ്പോൾ അതിൻ്റെ ഹാഷ്ടാഗ് മാറാതെ വേണം, അത് ടാഗ് മാറാതെ വേണം അത് കൊടുക്കാൻ. അതുകൊണ്ട് തന്നെയാണ് ഞാനത് അന്വേഷിച്ചപ്പോൾ തെളിവുകളായതുകൊണ്ട് തന്നെ പിന്നീട് അതിനകത്ത് എന്തെങ്കിലും കൃത്രിമം സംഭവിച്ചു എന്ന് പറയാൻ കഴിയാത്ത വിധം അവരത് വളരെ സൂക്ഷ്മമായി മാത്രമാണ് കൊടുക്കാൻ കഴിയൂ എന്നുള്ള വിവരമാണ്. ഞാൻ ഇതേ ചോദ്യം ചോദിച്ചു, എന്താണ് ഇ ഡിക്ക് ഇത് കിട്ടാത്തത്? അത് ടെക്നിക്കൽ റീസൺ മാത്രമാണ്. ഇന്ന് നാളെയായി അത് കിട്ടുമെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൂടി കിട്ടിയാലല്ലേ ഇ ഡിക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അല്ല, ഇതിനകത്ത് അത്ര വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം ഇതിന് 3 ഏജൻസികൾ അന്വേഷിച്ച് അവസാനിപ്പിച്ചൊരു കേസാണ്. ഇനി അടുത്ത ഘട്ടത്തിലേക്ക് പോകേണ്ടത് എന്തിനു വേണ്ടി പിണറായി വിജയൻ വരെ ഇപ്പോൾ കേസ് വന്ന് നിൽപ്പുണ്ട്. കാരണം വീണ ഒരു സേവനം ചെയ്ത പണം കൈപ്പറ്റി. വീണ എന്ന് പറയുന്ന വ്യക്തി മുഖ്യമന്ത്രിയുടെ മകൾ എന്ന നിലയിൽ സർക്കാരിന്, സംസ്ഥാന സർക്കാരിന് ഉടമസ്ഥയുള്ള ഒരു സ്ഥാപനത്തിൽ ഇത്തരത്തിലൊരു തിരിമറി നടന്നു. ആ തിരിമറിയിൽ മുഖ്യമന്ത്രിയുടെ മകൾ തട്ടിപ്പിൽ പ്രതിയാണെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി പ്രതിയാണ്. അതിന് പ്രത്യേകിച്ച് അതുവരെയുള്ള ഇതിന് പ്രത്യേകിച്ചൊന്നും ഇനി പുതിയതായിട്ടൊന്നും തപ്പിപ്പോകണ്ട. പക്ഷേ ഇതിനപ്പുറത്തേക്ക് എന്തിനു വേണ്ടി ഈ കൈക്കൂലി എന്തിനു വേണ്ടി എന്നുള്ള ചോദ്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രസക്തമായ ചോദ്യം. കാരണം പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പിണറായി വിജയനെ ഈ കേസിൽ പ്രതിയാക്കാൻ മാത്രമാണ് ഞാൻ തുടങ്ങിയ പോരാട്ടമെങ്കിൽ ഇന്നിവിടെ അവസാനിച്ചു, അതിനപ്പുറത്തോടൊന്നുമില്ല. പക്ഷെ അത് എനിക്ക് പിണറായി വിജയനോടുള്ള വ്യക്തിവിരോധം മാത്രമായി മാറും. ഇതങ്ങനെയല്ല. ഈ കേസിൽ കേസിൻ്റെ തുടക്കം അങ്ങനെയാണെങ്കിലും ഇന്ന് ചെന്ന് നിൽക്കുന്ന അവിടെയല്ല. ഇന്ന് ചെന്ന് നിൽക്കുന്നത് ഈ കേസിൽ ഈ സംസ്ഥാനത്തിന് നഷ്ടമായത് എന്തോ അത് ഇനി ആവർത്തിക്കാൻ പാടില്ല. നഷ്ടമായി കുഴപ്പമില്ല. പക്ഷേ ഇനി അത് ആവർത്തിക്കാൻ പാടില്ല. മാത്രമല്ല, ഈ നാടിൻ്റെ തീരദേശത്തെ കൊള്ളയടിക്കാൻ നിന്നുകൊടുത്ത രാഷ്ട്രീയക്കാർ ആരൊക്കെ, അത് പൊതുസമൂഹം അറിയണം. ഇനി അവർക്ക് വീണ്ടും ജനങ്ങളെ കബളിപ്പിക്കാനുള്ള അവസരം ഉണ്ടാകരുത്. നമ്മുടെ തീരദേശം സംരക്ഷിക്കാൻ കഴിയണം. അത് മാത്രമല്ല, ഞാനിപ്പോൾ തീരദേശം സംരക്ഷിക്കുക മാത്രമല്ല, ഇത് മൈൻ ചെയ്യണം. ഇത് ശരിക്കും മൈൻ ചെയ്യണം. കാരണം ലോകത്ത് ഏറ്റവും വലിയ മിനറൽസ് എന്ന നിലയിൽ മിനറൽ ഡിപ്പോസിറ്റുള്ള ഒരു പ്രദേശമാണ് നമ്മുടെ ഈ പ്രദേശം, ഈ ആറാട്ടുപുഴ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ. അപ്പോൾ അവിടെ കൃത്യമായി മൈനിങ് നടക്കണം. പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ആറ്റമിക് എനർജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇടപെടലോടുകൂടി മൈനിങ് നടക്കണം. ലോകത്തെ തന്നെ മിനറൽസിൽ ഏറ്റവും വലിയ ശക്തിയായി ഇന്ത്യക്ക് മാറാൻ കഴിയും. അത് നരേന്ദ്രമോദിജിയുടെ പ്രഖ്യാപനം ഉണ്ടായിരുന്നു. ആ വിഷയത്തിൽ വലിയ ഗവേഷണങ്ങളാണ് ഇന്ത്യ മുമ്പോട്ട് വെക്കുന്നത്. ഇത്രയേറെ കോസ്റ്റൽ ഏരിയ ഉള്ള രാജ്യമുണ്ടോ? ഇത്രയേറെ ധാതു സമ്പത്തുള്ള മറ്റൊരു രാജ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഫ്യൂച്ചർ, ഈ ലോകത്തിൻ്റെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് തന്നെ മിനറൽസിലാണ്. അതായത് നമുക്കിന്നുണ്ടാക്കുന്ന ബാറ്ററി, അണു ആയുധങ്ങൾ, മാത്രമല്ല എനർജി എന്ന് പറയുന്ന മിനറൽസിലേക്കാണ് ലോകം നീങ്ങുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും വലിയ ശക്തിയായി മാറാൻ ഇപ്പം പറയാം. കേരളത്തിൻ്റെ കടം കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിട്ട് 6 ലക്ഷം കോടി രൂപ അടുത്ത് കേരളത്തിന് കടമുണ്ടെന്ന്. നന്നായിട്ട് മൈൻ ചെയ്താൽ 1 വർഷം കൊണ്ട് കേരളത്തിൻ്റെ കടം മാറും. കേരളത്തിൻ്റെ കടം മാറണമെങ്കിൽ ഈ നല്ല വൃത്തിയായിട്ട് ഇതിനകത്തുനിന്ന് എല്ലാ മിനറൽസും കൃത്യമായിട്ട് മൈൻ ചെയ്തെടുക്കാൻ
കേന്ദ്ര സർക്കാരിൻ്റെ പ്ലാനിനനുസരിച്ച് സംസ്ഥാന സർക്കാർ തീരുമാനമെടുത്ത് നല്ലൊരു മൈനിങ് പ്രോസസ്സ് നടത്തി അവിടെയുള്ള ആളുകളെ കൃത്യമായി പുനരധിവസിപ്പിച്ച് നമ്മുടെ തീരദേശം സംരക്ഷിച്ച് ഇത് നടത്താൻ കഴിഞ്ഞാൽ വേറെ എവിടെയും തെണ്ടിപ്പോകേണ്ട വരികയില്ല, നമുക്ക് എവിടെയും വായ്പ എടുക്കേണ്ടി വരില്ല. ഈ സംസ്ഥാനം ഏറ്റവും ഗൾഫ് പോലെ ഡെവലപ്പ് ചെയ്യും, ദുബായ് പോലെ ഡെവലപ്പ് ചെയ്യും ഈ രാജ്യം. വീണ ഇടനിലക്കാരി മാത്രമാണ്, യഥാർത്ഥ പ്രതി പിണറായി വിജയനാണ് എന്ന് ഷോൺ എപ്പോഴും അല്ല ചോദ്യം ചെയ്യുമ്പോൾ ഒന്നും വീണയ്ക്കൊന്നും അറിയാൻ മേലാത്തതുകൊണ്ടല്ലേ. അതെ, പക്ഷേ ഇതിന് അപ്പുറത്ത് മറുപടി പറയുന്നവരുമുണ്ട്. നമ്മൾ കണ്ടതാണ് പിണറായി വിജയൻ്റെ തിരുവനന്തപുരത്തെ വീട്ടിലും കണ്ണൂരിലും അതുപോലെ തന്നെ മറ്റ് 10-12 ഇടങ്ങളിലാണ് EDയുടെ റെയ്ഡ് ഉണ്ടായത്. അന്ന് അവരുടെ അണികളുടെ ഒരു പ്രതിഷേധമൊക്കെ നമ്മൾ കണ്ടതാണ്. അവരൊക്കെ പറയുന്നത് ഇത് തീർത്തും രാഷ്ട്രീയ പ്രേരിതമാണ്, യാതൊരുവിധ യഥാർത്ഥ വസ്തുക്കളും ഇല്ലാതെ നടത്തുന്ന അന്വേഷണ ശ്രമമാണ് എന്നൊക്കെയാണ്. പിണറായി വിജയനും പറഞ്ഞിട്ടുണ്ട്, അത് പിണറായിയുടെ അണികൾ പറഞ്ഞിട്ടുണ്ട്. വീണ പറയുന്നത് പിതാവ് മുഖ്യമന്ത്രിയാകുന്നതിന് 2 വർഷം മുമ്പ് സ്ഥാപിച്ചതാണ് എക്സാലോജിക് എന്നുമാണ് വീണ പറയുന്നത്. ഇതിന് പിതാവിൻ്റെ പദവിയുമായി യാതൊരു ബന്ധവുമില്ല എന്നൊക്കെയാണ് അവരുടെ വാദം. ആ വാദത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. ഇതൊക്കെ കഴിഞ്ഞ ദിവസം ED ചോദ്യം ചെയ്തപ്പോഴും വീണ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക അവരോട്. പിതാവിൻ്റെ ആനുകൂല്യങ്ങൾ പറ്റിയിട്ടില്ലെന്ന് പറയാൻ പറ്റുമോ? ഇവിടുത്തെ പാവപ്പെട്ട SFI സഹാക്കന്മാർ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സ്വാശ്രയ കോളേജിനെതിരെ സമരം നടത്തി അടികൊള്ളുമ്പോൾ വീണ 1-ാം തരം സ്വാശ്രയ കോളേജിൽ പഠിക്കുകയായിരുന്നു. നല്ല സുഖമായി പഠിച്ച് ഇറങ്ങിക്കഴിഞ്ഞ എവിടെയായിരുന്നു? പിണറായി വിജയൻ്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ തന്നെ ഇടപാട് ചെയ്ത ഒരു വലിയ കേരളത്തിലൊരു പ്രമുഖ വ്യവസായിയുടെ സോഫ്റ്റ്വെയർ കമ്പനിയിൽ CEO ആയിട്ടാണ് ജോലി ചെയ്ത്. ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ പഠിച്ചിറങ്ങും ഉടനെ പിന്നെ സോഫ്റ്റ്വെയർ കമ്പനിയുടെ CEO ആയിട്ടാണ് ഇരിക്കുന്നത്. അതിന് അവിടെ ജോലി ചെയ്ത് ഇത്ര കാലം കഴിഞ്ഞപ്പോൾ അവിടുന്ന് പുറത്തിറങ്ങി സ്വന്തമായി സോഫ്റ്റ്വെയർ കമ്പനി സ്ഥാപിക്കുന്നു. എന്ത് മാനദണ്ഡം, എന്ത് മൂലധനമുള്ളത്? മൂലധനത്തിൻ്റെ കാര്യം പറഞ്ഞു. എൻ്റെ ഭാര്യയുടെ മറ്റേ പെൻഷൻ കിട്ടിയ പൈസ കൊണ്ട് സോഫ്റ്റ്വെയർ കമ്പനിയൊക്കെ തുടങ്ങാമെന്ന് വെച്ചാൽ അത് ഒരു വലിയ അത്ഭുതം തന്നെയാണ്. ഒരു കാര്യം ഞാൻ തീർത്ത് പറയാം, എല്ലാ കാലത്തും മക്കളെ സംരക്ഷിക്കുവാൻ പിണറായി വിജയൻ വലിയ കരുതലുള്ളൊരു അച്ഛനാണ്. ആ കാര്യത്തിൽ അച്ഛൻ എന്ന നിലയിൽ അദ്ദേഹത്തെ ബഹുമാനിക്കണം. കാരണം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ മകൻ, അദ്ദേഹം ജോലി ചെയ്യുന്നത് ദുബായിലാണ്. അദ്ദേഹം ജോലി ചെയ്യുന്ന ബാങ്കിലാണ് ഞാൻ ഈ പറയുന്ന അക്കൗണ്ട് ഉള്ളത്. അദ്ദേഹം എന്താ ചെയ്യുന്നത്? അദ്ദേഹം ചെയ്യുന്നത് വലിയ കമ്പനികൾക്ക് ലോൺ കൊടുക്കുന്ന ഫണ്ട് അറേഞ്ച് ചെയ്യുന്ന ജോലിയാണ്. അതിന് ഹ്യൂജ് കമ്മീഷനാണ് ഓരോ കമ്പനിയിൽ നിന്നും കൈപ്പറ്റുന്നത്. അപ്പം അദ്ദേഹം ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് ആ ബാങ്കിൽ നിന്നുകൊണ്ട് ഇത്തരം ക്ലയൻസിനെ കൊണ്ടുവന്ന്, അപ്പോൾ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രമുഖരായ വ്യവസായികളെ എടുത്ത് നോക്കിയാൽ അവരൊക്കെ പിണറായിയുടെ മകൻ്റെ ക്ലയൻസാണ്. അപ്പോൾ അവിടേക്കെന്നും പിണറായി വിജയൻ്റെ സ്വാധീനം ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ കുറച്ച് കാലമൊക്കെ വിശ്വസിപ്പിക്കാൻ പറ്റും. പക്ഷേ അങ്ങനെ എല്ലാ കാലത്തും മലയാളിയെ പൊട്ടനാക്കാൻ പറ്റില്ല. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ശരി, ഈ IT സേവനങ്ങളുടെ പേരിലുണ്ടല്ലോ 2017 മുതൽ 2021 വരെയുള്ള കാലഘട്ടത്തിൽ CMRL 1,72 ലക്ഷം രൂപ വീണയ്ക്ക് കൈമാറി എന്നാണല്ലോ ആരോപണം. അങ്ങനെയാണ് ഇത് അന്വേഷണത്തിലേക്കും കേസിലേക്കൊക്കെ പോകുന്നത്. പക്ഷേ SFIO കണ്ടെത്തിയത് അങ്ങനെയല്ല എന്ന് കേൾക്കുന്നു. ഏകദേശം 2,86 ലക്ഷത്തോളം രൂപ കൈപ്പറ്റിയെന്നാണ് പറയുന്നത്. അത് SFIO പറയുന്ന കാര്യമാണ്. ഇനിയും അന്വേഷണം പുരോഗമിക്കുമ്പോൾ ഇത് വീണ്ടും കോടികളായി മാറാനുള്ളൊരു സാധ്യതയും ഇല്ലേ? വീണ കൈപ്പറ്റിയ തുക പോലും. ഇത് സത്യം പറഞ്ഞാൽ സംഭവിച്ചെന്നല്ല, വളരെ സിമ്പിളാണ്. ഇവർക്ക് എവിടെയോ ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കിപ്പോൾ കുറേ ബ്ലാക്ക് മണി കയ്യിലുണ്ട് എന്ന് വെച്ചു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മുടെ നോട്ട് നിരോധനത്തിന് ശേഷം 2017 ശേഷം ബ്ലാക്ക് മണി കൈവച്ചുകൊണ്ടിരിക്കാൻ ചുമ്മാ ഇരിക്കുകയുള്ളൂ. നരേന്ദ്രമോദി ഭരിക്കുന്ന രാജ്യമായതുകൊണ്ട് തന്നെ അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്. ഈ നോട്ട് നിരോധനം പരാജയമാണെന്ന് പറയുന്നവരോട് പറയാനുള്ള കാര്യമുള്ളൂ. ഇനി ബ്ലാക്ക് മണി കൈവച്ചുകൊണ്ടിരിക്കുന്നത് ചുമ്മാ വെച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. അപ്പോൾ ഒരു എന്തെങ്കിലും ഒരു വസ്തു വാങ്ങിക്കണം, അല്ലെങ്കിൽ വണ്ടി വാങ്ങിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല പർച്ചേസ് നടത്തണമെങ്കിൽ എപ്പോഴും അക്കൗണ്ടിൽ പണം ഉണ്ടാകണം. ആ അക്കൗണ്ടിൽ പണം ആവശ്യമുള്ള എന്തോ ഒരു കാര്യം ഇവർക്കുണ്ടായി. അപ്പോൾ CMRL നിന്ന് അക്കൗണ്ടിൽ പണം മേടിച്ചു. അക്കൗണ്ടിൽ പണം മേടിക്കുമ്പോൾ തമ്മിലൊരു ഇടപാട് വേണ്ടേ? കാരണം പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്, അതുകൊണ്ടൊരു ഇടപാട് വേണം. അതിനുവേണ്ടി ഇങ്ങനൊരു കരാറുണ്ടാക്കി. അതല്ലാതെ ഇവിടെ കൊടുക്കൽ വാങ്ങലിലും ഈ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ പോലെ 2 കമ്പനികൾ തമ്മിൽ കൊടുക്കൽ വാങ്ങൽ നടക്കുന്നതിന് നിങ്ങൾക്ക് എന്താണെന്ന് ചോദിക്കുന്ന അത് നമ്മളെല്ലാം കേട്ടതാണ്. അപ്പോൾ ഇതാണ് നടന്നിട്ടുള്ളത്. പക്ഷേ SFIO റിപ്പോർട്ടിൽ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള രേഖകളനുസരിച്ച് CMRL കമ്പനിയുടെ ഡയറിയിൽ നിന്ന് ലഭിച്ച ഇതനുസരിച്ച് 10 കോടി രൂപയിലധികമാണ്
പിണറായി വിജയൻ കൈപ്പറ്റിയിട്ടുള്ളതായിട്ട് അതിനകത്ത് കാണുന്നത്. അതൊക്കെ ഔദ്യോഗികമായ രേഖകൾ പുറത്ത് വന്നിട്ടില്ല. പക്ഷേ അതിൻ്റെ കുറേ രേഖകൾ പത്രക്കാർ ഇവിടെ പല പത്രങ്ങൾ അത് പുറത്തു വിട്ടിട്ടുണ്ട്. അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് അതിനകത്തൊക്കെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. PV എന്നുണ്ട്, പിണറായി വിജയൻ എന്നുണ്ട്, മറ്റ് പല ഇപ്പോൾ മന്ത്രിസഭയിലുള്ള പല നേതാക്കന്മാരുടെയും പേരുണ്ട്. ഞാൻ ഒറ്റ കാര്യം പറയുന്നുള്ളൂ, 2, 3, 4 ലക്ഷമൊക്കെ മേടിച്ച് അപ്പോൾ പാർട്ടിക്കാർ മേടിക്കും, MLA മാർ മേടിക്കും, MP മാർ മേടിക്കും, പാർട്ടി പരിപാടിക്ക് മേടിക്കും, പാർട്ടിക്ക്. പക്ഷേ 50 ലക്ഷം 50 ലക്ഷം 50 ലക്ഷം അങ്ങനെ മേടിക്കുന്ന ആളുകളെ തീർച്ചയായിട്ടും അഴിമതിയുടെ പരിധിയിൽ തന്നെ കൊണ്ടുവരാൻ കഴിയും. മാത്രമല്ല, മേടിച്ചെന്ന് സമ്മതിച്ച നേതാക്കളോട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കണക്ക് കാണണം. അതിൻ്റെ കണക്ക് ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച്, പീപ്പിൾസ് റെപ്രസെൻറ്റേഷൻ ആക്ട് അനുസരിച്ച് 20,000 രൂപയിൽ കൂടുതൽ കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ അതിൽ ഇലക്ഷൻ കമ്മീഷനെ ബോധ്യപ്പെടുത്തണം. ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിൽ അതും കൈക്കൂലിയായി മാത്രമേ കാണാൻ കഴിയൂ എന്ന് ഇത് വാങ്ങിച്ചിട്ടുണ്ടെന്ന് തുടർന്ന് സമ്മതിച്ച നേതാക്കളോട് എനിക്ക് പറയാനുള്ളതേ ഉള്ളൂ. പക്ഷേ പിണറായി വിജയനോടൊപ്പം തന്നെ ഇപ്പോൾ ഈ 2,86 ലക്ഷം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഈ എംപവർ ഇന്ത്യ എന്ന് മേടിച്ച 56 ലക്ഷം രൂപ ഉണ്ട്. ഈ കരിമണൽ കമ്പനിയുടെ മറ്റേ നമ്മുടെ ഒരു ബാങ്കിങ് കമ്പനി ഉണ്ടായിരുന്നു, നോൺ ബാങ്കിങ് NBFC. ഒരു NBFCന്ന് 56 ലക്ഷം രൂപ മേടിച്ചു. ഞാൻ ഈ കേസ് കൊടുത്ത് നാളുകൾക്കകം ആ NBFC അടച്ചുപൂട്ടി അതിൻ്റെ ലൈസൻസിങ് ക്യാൻസൽ ചെയ്തു. അപ്പോൾ ആ അക്കൗണ്ടിലേക്ക് പോകാതിരിക്കാൻ പറ്റും. പക്ഷേ ആ അക്കൗണ്ടിലേക്ക് പോയി. അതിൻ്റെ രേഖകൾ കൂടിയാണ് 2,86 ലക്ഷം രൂപ ഇപ്പോൾ SFIയുടെ അന്വേഷണ റിപ്പോർട്ടിൽ വന്നിട്ടുള്ളത്. ഓക്കെ, ഷോണി കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിനെ സമീപിക്കുകയും അങ്ങനെ 2024 ജനുവരി 31 കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിൻ്റെ ഉത്തരവനുസരിച്ച് SFIO അന്വേഷണം തുടങ്ങുകയൊക്കെ ചെയ്തു. അത് അഭിനന്ദനാർഹമായ കാര്യം തന്നെയാണ് ഷോണ് ചെയ്തത്. അതിൻ്റെ തുടർ നടപടികളാണല്ലോ പിന്നെ ഉണ്ടായതൊക്കെ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ED ഓഫീസിലെത്തി വീണയെ ചോദ്യം ചെയ്യുന്ന ആ ഒരു ഘട്ടത്തിലേക്ക് വരെ എത്തിയെങ്കിൽ അതിൻ്റെ ഒരു ക്രെഡിറ്റ് അത് ഷോണിന് തരാതെ വയ്യ. 2024 ഏപ്രിലാണ് കള്ളപ്പണം വെളുപ്പിക്കുന്ന നിരോധന നിയമപ്രകാരം ED കേസ് രജിസ്റ്റർ ചെയ്യുന്നതും. ഇനി അങ്ങോട്ട് എങ്ങനെയാണ് ഇതുവരെ എത്തി നിൽക്കുന്നു ഷോണിൻ്റെ ആ ഒരു ശ്രമം? നിയമപരമായ കാര്യങ്ങളുമായൊക്കെ മുന്നോട്ട് പോയി ഇതുവരെ എത്തി നിൽക്കുന്നു. ഇനി എന്ത് പ്രതീക്ഷിക്കാം നമുക്ക് ഇതിൽ? ഇനി ഈ കൈപ്പറ്റിയ പണം എന്തിനു വേണ്ടി കൈപ്പറ്റി? ഈ കൈപ്പറ്റിയ പണത്തിന് പ്രത്യുപകാരമായി CMRL കമ്പനിക്കും കരിമണൽ കർത്തയ്ക്കും കേരളത്തിൻ്റെ രാഷ്ട്രീയ നേതൃത്വം എന്ത് പ്രത്യുപകാരമാണ് ചെയ്തിട്ടുള്ളത്? അതുവഴി കേരള സംസ്ഥാനത്തിന് എന്ത് നഷ്ടം സംഭവിച്ചു? ആ നഷ്ടം എങ്ങനെ തിരിച്ചു പിടിക്കാം? ആ നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അത് ആവർത്തിക്കപ്പെടാതിരിക്കണം. കേരളത്തിൻ്റെ തീരദേശം ഇനി കൊള്ളയ്യാൻ പാടില്ല. കേരളത്തിൻ്റെ ഈ രാജ്യത്തിന് ദോഷകരമായ ധാതുമണലും അറ്റമിക് മിനറൽസും കേരളത്തിൽ നിന്നും ഇനി ഒരിക്കലും കടത്തപ്പെടരുത്. ഇതിന് തുടർ അന്വേഷണം ആവശ്യമാണ്. അതിന് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ഈ തട്ടിപ്പ് നടത്തിയ പണം തിരികെ സംസ്ഥാന സർക്കാരിനുൾപ്പെടെ പങ്കാളിത്തമുള്ള CMRL കമ്പനിക്ക് തിരിച്ചു കൊടുക്കണം. അത് പിരിവ് മേടിച്ച നേതാക്കന്മാരുൾപ്പെടെ. 2, ഈ വിഷയത്തിൽ അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എൻക്വയറി നടക്കണം. ഇതിനകത്ത് ഇനി അത് നടക്കാതിരിക്കാൻ 100% അത് ഫ്രീസ് ചെയ്യണം. 3, ഈ അഴിമതിയെക്കുറിച്ച് ഇപ്പോൾ നടക്കുന്നുള്ളത് മണി ലോണ്ടറിങ്ങിനെ കുറിച്ച് അന്വേഷണമാണ്. അഴിമതി നടന്നിട്ടുണ്ട് എന്ന് SFIയുടെ അന്വേഷണത്തിലും EDയുടെ ഇതുവരെയുള്ള അന്വേഷണത്തിലും വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇനി അഴിമതി നിരോധന നിയമപ്രകാരം CBIയുടെ അന്വേഷണം ആവശ്യമാണ്. ഈ 3 കാര്യങ്ങൾ കൂടി എൻ്റെ ചുമതലയിൽ ഞാൻ ചെയ്തു തീർക്കും. അതാണ് ഈ കേസിൽ എനിക്ക് മുമ്പോട്ട് ചെയ്യാനുള്ളത്. അത്തരത്തിലൊരു അന്വേഷണത്തിലേക്കൊക്കെ പോകണമെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ കൂടി വേണ്ടേ ഷോൺ ഇതിൽ? അല്ല, കേന്ദ്ര സർക്കാരിനെ എതിർക്കാതിരുന്നാൽ മതിയല്ലോ. ഇതുവരെ ഈ നിമിഷം വരെ കേന്ദ്ര സർക്കാരിനെ എതിർത്തിട്ടില്ലല്ലോ. ഞാൻ BJPയുടെ ഭാഗമായപ്പോൾ ഞാൻ അന്നത്തെ ദേശീയ പ്രസിഡന്റ് നഡ്ഡാജിയോട് ഞാൻ ചോദിച്ചു, ഞാനിങ്ങനെ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് അറിയില്ല. അത് ഞാൻ ചോദിച്ചു, ഇങ്ങനെ പിണറായി വിജയനെതിരെ. അപ്പം അതൊന്ന് ഡീറ്റെയിൽ ചെയ്യാൻ പറഞ്ഞു. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. യു ക്യാൻ ഗോ ഹെഡ്. ഒരു കാരണവശാലും ഒരു ഘട്ടത്തിലും താങ്കളോട് ഇത് നോ എന്ന് പറയാനോ ഇതിൽ ഇടപെടാനോ വരില്ല. ഇത് പാർട്ടിയുടെ വാക്കാണ്. അത് ഇന്ന് വരെ ഈ നിമിഷം വരെയും അത് പാലിച്ചിട്ടുണ്ട്. ശരിയാണ്. പക്ഷേ അത് പറഞ്ഞപ്പോഴാണ് ഈ ആദായ നികുതി ഇടക്കാല സെറ്റിൽമെൻറ്റ് ബോർഡ് 23 ജൂണിലാണെന്നാണ് എൻ്റെ ഓർമ്മ CMRLന് നൽകിയ പണം നിയമവിരുദ്ധമെന്ന് വിധിക്കുന്നു. അങ്ങനെ ഒരു വിധി വന്നതോടെ ആ കേസിൽ അത് വന്നതോടെ കൂടി കൂടുതൽ അന്വേഷണം ചൂടുപിടിക്കുന്നതാണ് നമ്മൾ കണ്ടത്. രജിസ്ട്രാർ ഓഫ് കമ്പനീസും കമ്പനിയുടെ പണമിടപാടുകളിൽ ഗുരുതരമായ വീഴ്ചകൾ കണ്ടെത്തുകയുണ്ടായി. പക്ഷേ പിന്നീട് എവിടെയോ അന്വേഷണം നിലച്ചു. ഇടയ്ക്ക് അതുണ്ടായി. അതെന്തുകൊണ്ടാണത്? അന്വേഷണം എവിടെയും നിലച്ചിട്ടില്ല. അന്വേഷണത്തെ നിലപ്പിച്ചതാണ്, അല്ലെങ്കിൽ അതിനെ തടസ്സപ്പെടുത്തിയതാണ്. 8 കേസുകൾ, 3 ഹൈക്കോടതി. ഹാജരാകുന്ന വക്കീലന്മാരെ കണ്ട ഞെട്ടും.
നമ്മൾ പോയി നിൽക്കുമ്പോൾ നമ്മളെ മൈൻഡ് ചെയ്യുമോ എന്നുള്ള അവസ്ഥയിലായിപ്പോയി. കാരണം കഴിഞ്ഞ ദിവസമൊക്കെ, ഞാൻ പേര് പറയുന്നത് സീനിയേഴ്സിൻ്റെ പേര് അങ്ങനെ പറയുന്നത് ശരിയല്ലെങ്കിൽ പോലും ഞാനൊരു അഭിഭാഷകനാണ്. കഴിഞ്ഞ ദിവസം ഈ ED റെയ്ഡിന് ശേഷം കേരള ഹൈക്കോടതിയിൽ ഒരു ഹർജി വന്നു CMRൻ്റെ. 5 സുപ്രീം കോടതിയിൽ 5 സീനിയർ അഭിഭാഷകർ, 5 പേര്, 3 പേര് ഫിസിക്കലായിട്ട് 2 പേര് ഓൺലൈനും വന്നു. ആ 5 പേർക്ക് ഏറ്റവും മിനിമം എത്ര കോടി രൂപ ചിലവായിട്ടുണ്ടെന്നറിയാം. ഇതുവരെയുള്ള ഈ കേസ് നടപ്പോൾ ഈ കേസിനെ അന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ മാത്രമായി ഈ നിമിഷം വരെയും 10 കോടി രൂപയിലധികം ചിലവഴിച്ചിട്ടുണ്ട്. അതിനകത്ത് 2 കോടി രൂപയ്ക്ക് അടുത്ത് മുടക്കിയിട്ട് KSIDC ആണ്. ഈ അന്വേഷണം തടസ്സപ്പെടുത്താൻ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനത്തെ കൊണ്ട് 1,82 ലക്ഷം രൂപ ചിലവഴിച്ചു. ഓർത്തോണം, പിണറായിയുടെ മകളെ രക്ഷിക്കാൻ വേണ്ടിയാണ്. ഇപ്പോഴും വീണ ഏതെങ്കിലും സമയത്ത് കോടതി പോയില്ലല്ലോ. വീണ ബാംഗ്ലൂർ ഹൈക്കോടതിയിലൊരു ഹർജി കൊടുത്തു, അതപ്പം തന്നെ തള്ളി ആ വഴി പോയി. അതല്ലാതെ ഈ റെയ്ഡിന് ശേഷമോ ചോദ്യം ചെയ്യുന്നതിനെ വീണ ഇതുവരെ CMRൻ്റെ ചിലവിലാണ് ഇപ്പോഴും കാര്യങ്ങൾ നടത്തുന്നത്. കാരണം CMRന് പൊക്കോളും, വക്കീൽ ഫീസ് അവർ കൊടുത്തോളും, സ്റ്റേ വരുമ്പോൾ ഇവർക്കും ബാധകമാണ്. അങ്ങനെ മുമ്പോട്ട് പോയത്. അപ്പോൾ ഇപ്പോൾ മായ സൂചിപ്പിച്ചു, മെയ് മാസം 24-ാം തീയതി ആ തടസ്സം മാറിയപ്പോഴാണ് ഇത് ആക്റ്റീവായത്. അപ്പോൾ ഇനിയും തടസ്സങ്ങളുണ്ട്. ഇനി ഡൽഹി ഹൈക്കോടതിയിൽ ഞാനിപ്പോൾ കക്ഷി ചേർന്നിട്ടുണ്ട്. ഡൽഹി ഹൈക്കോടതിയിൽ SFIയുടെ എൻക്വയറിക്ക് ശേഷമുള്ള പ്രോസിക്യൂഷൻ നടപടിക്ക് സ്റ്റേ നിൽക്കുകയാണ്. അത് പ്രോസിക്യൂഷൻ നടപടികൾ ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല, അവിടെ സ്റ്റേ നിൽപ്പുണ്ട്. അപ്പോൾ ഇതെല്ലാം തരണം ചെയ്ത് വേണം മുമ്പോട്ട് പോകാൻ. അത് തരണം ചെയ്ത് ഞങ്ങൾ മുമ്പോട്ട് പോവുക തന്നെ ചെയ്യും. ഓക്കെ, യാതൊരു IT സേവനങ്ങളും നൽകാതെയാണ് എക്സാലോജിക്കിന് പണം നൽകിയെന്ന ആരോപണം ശരിയാണെന്ന് CMRL ഉദ്യോഗസ്ഥർ തന്നെ സമ്മതിച്ചു തന്നിട്ടുള്ളതാണ്. പിന്നെ എന്തിന് പണം നൽകിയെന്ന ചോദ്യത്തിനാണ് ഇനി ഉത്തരം കിട്ടേണ്ടത്. അത് ഉപകാരസ്മരണയായാലും മറ്റു വഴിക്കായാലും ഈ കേസിൽ ഒരു ഗംഭീര ക്ലൈമാക്സ് രാഷ്ട്രീയ കേരളം പ്രതീക്ഷിക്കുന്നുണ്ട്. ED അന്വേഷണം നടക്കട്ടെ. ചർച്ച പൂർണ്ണമാവുകയാണ്. വളരെ നന്ദി ഷോൺ ഈ അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. നമസ്കാരം.